വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് എല്ലാവരും എക്സാമിന് പോകാന്ന് ടീച്ചർക്ക് അറിയാം. അപ്പൊ എക്സാമിന് പോകുന്ന കുട്ടികൾക്കൊക്കെ ഓൾ ദ ബെസ്റ്റ് പറയാണ് ടീച്ചർ. നല്ല ഭംഗിയായിട്ട് പരീക്ഷ എഴുതുക, യാതൊരുവിധ ടെൻഷനും ഇല്ലാണ്ട് എഴുതാൻ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഈ പരീക്ഷ കഴിഞ്ഞ ആ, മുൻപ് നടന്ന പരീക്ഷയിലെ തടാകങ്ങൾ എന്ന് പറയുന്ന ഭാഗവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ചധികം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ എക്സാമിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗം കണ്ട് എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക. ഇത് VFA എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കും ഇത് ഉപകാരപ്രദമാകും. അപ്പൊ നമ്മൾ തടാകങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചാണ് പറയണേ. തടാകങ്ങളെ കുറിച്ചിട്ടുള്ള ശാസ്ത്രീയ പഠനത്തിന് നമ്മൾ വിളിക്കുന്നത് ലിംനോളജി എന്നാണ്. തടാകങ്ങളെ കുറിച്ചിട്ടുള്ള ശാസ്ത്രീയ പഠനത്തെ എന്ത് വിളിക്കുന്നു? ലിംനോളജി എന്ന് വിളിക്കുന്നു കേട്ടോ. എന്താ വിളിക്കണേ? ലിംനോളജി എന്നാ വിളിക്കണേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ചോദിക്കുന്നതെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകത്തിന്റെ പേര് ചിൽക്ക തടാകം എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകമാണ്. ചിൽക്ക തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം കൂടിയാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏത് തടാകമാണ്? ചിൽക്ക തടാകമാണ്. ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? ഒഡീഷയാണ്. ഒഡീഷയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത്. ചിൽക്ക തടാകം റംസാർ പട്ടികയിലൊക്കെ ഇടം നേടുകയുണ്ടായി. റംസാർ ഉടമ്പടി എന്താണെന്ന് ടീച്ചർ പറഞ്ഞു തരാം. അതിനു മുമ്പ് ഇത് റംസാർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. റംസാർ പട്ടികയിൽ ഇടം നേടിയത് 1981 എന്നും മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ചിൽക്ക തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന കുറച്ച് ദ്വീപുകളുണ്ട്. ആ ദ്വീപുകളുടെ പേര് ഒന്ന് ഓർത്തു വയ്ക്കുക. ഒന്ന് ഹണിമൂൺ ദ്വീപ് എന്നാണ്. അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് എന്നാണ്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ്, ഹണിമൂൺ ദ്വീപ് അല്ലെ, അതുപോലെ തന്നെ നൽബാന ദ്വീപ്. എന്താണ് നൽബാന ദ്വീപ്? ഈ ദ്വീപുകളൊക്കെ എവിടെയാണ്? ചിൽക്ക തടാകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ചിൽക്ക തടാകത്തിലെ ഒരു പക്ഷി വളർത്തൽ കേന്ദ്രത്തിന്റെ ബേർഡ് സാങ്ച്വറിയുടെ പേര് കൂടിയാണ് എന്ത്? നൽബാന എന്ന് പറയുന്നത്. ഓർത്തുവയ്ക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ചോദിക്കുന്നതെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം പറയേണ്ടത് വൂളാർ തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകത്തിന്റെ പേര് വൂളാർ തടാകമാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകവും ഏത് തന്നെയാണ്? വൂളാർ തടാകം തന്നെയാണ്. വൂളാർ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. വൂളാർ തടാകം എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. ജമ്മു കാശ്മീരിൽ കാശ്മീർ താഴ്വരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കാശ്മീർ താഴ്വരയിലാണ്. 1990 ഇത് റംസാർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് കൊല്ലേരു ശുദ്ധജല തടാകമാണ്. കൊല്ലേരു എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിലാണ് കൊല്ലേരു. ഇനി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏതാ പറയേണ്ടത്? കൊല്ലേരു ആണ് പറയേണ്ടത് കേട്ടോ. ഇനി അടുത്തത് ലോകത്തിലെ ഏക ഒഴുകുന്ന തടാകം ഏതാണ്? ലോകത്തിലെ ഏക ഒഴുകുന്ന തടാകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ലോക്തക് തടാകം എന്നാണ്. എന്താണ് തടാകത്തിന്റെ പേര്? ലോക്തക് തടാകം. ലോകത്തിലെ ഏറ്റവും എന്താ പറയാ ഏക ഒഴുകുന്ന തടാകം ഏതാണ്? ലോക്തക് തടാകമാണ്. ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണിപ്പൂരിലാണ്. ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ്. ലോകത്തിലെ ഏക ഒഴുകുന്ന ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്കും എവിടെ തന്നെയാണ്? ലോക്തക് തടാകത്തിലാണ്. അതിന്റെ പേര് കെയ്ബുൾ ലംജാവോ എന്നാണ്. കെയ്ബുൾ ലംജാവോ എന്നാണ് ഒഴുകുന്ന നാഷണൽ പാർക്കിന്റെ പേര്. ഈ കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു തരം മൃഗമുണ്ട്. അതിന്റെ പേര് ഇതാണ്, സാങ്കായി മാനുകൾ. എന്താണ്? സാങ്കായി മാനുകളാണ്. ഡാൻസിങ് ഡീർസ് എന്നൊക്കെ ഇതിനെ അറിയപ്പെടുന്നു കേട്ടോ. ഇനി അടുത്തത് ലോക്തക് തടാകത്തെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയാ, ഇന്ത്യക്ക് വടക്ക് കിഴക്ക് ഭാഗത്താണ് ഈ എന്താ പറയുന്നത് ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയവും ഇവിടെ കാണപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന
പ്രാഥമിക വിദ്യാലയവും കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ ലോക്തക് തടാകത്തിലാണ് എന്ന് മനസ്സിലാക്കാം ട്ടോ. റംസാർ തടാകത്തിൽ ഈ റംസാർ പട്ടികയിൽ ലോക്തക് തടാകത്തെ 1990 ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഓർത്തു വയ്ക്കാം. അടുത്ത വളരെ പ്രസിദ്ധമായിട്ടുള്ള വേറൊരു തടാകമാണ് ദാൽ തടാകം. ദാൽ തടാകം ശ്രീനഗറിലാണ്. ശ്രീനഗറില് ഏത് താഴ്വരയിലാണ്? കാശ്മീർ താഴ്വരയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ദാൽ തടാകത്തിന്റെ പ്രത്യേകത, ദാൽ തടാകത്തെ പല പേരിട്ട് വിളിക്കുന്നു. കേൾക്കുക: പൂക്കളുടെ തടാകം, ശ്രീനഗറിലെ രത്നം, കാശ്മീരിന്റെ കിരീടത്തിലെ രത്നം എന്നൊക്കെ അറിയപ്പെടുന്നത് ദാൽ തടാകമാണ് എന്ന് മനസ്സിലാക്കാം കേട്ടോ. ദാൽ തടാകത്തിൽ ധാരാളം ഹൗസ് ബോട്ടുകൾ കാണപ്പെടുന്നുണ്ട്. ആ ഹൗസ് ബോട്ടുകൾക്ക് വിളിക്കുന്ന പേര് ഷിക്കാര എന്നാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് ദാൽ തടാകത്തിലാണ്. പൂർണ്ണമായും വൈഫൈ കണക്ടിവിറ്റിയുള്ള ലോകത്തിലെ ആദ്യത്തെ തടാകവും ഏത് തന്നെയാണ്? ദാൽ തടാകം തന്നെയാണ് എന്ന് ഓർത്തുവെക്കണം. ഇനി അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം, ശുദ്ധജലം എന്നില്ല, വെറുതെ തടാകം എന്നേ ഉള്ളൂ. ആ തടാകത്തിന്റെ പേര് എന്താണ്? ചൊലാമു എന്നാണ്. എന്താണ്? ചൊലാമു തടാകം. ചൊലാമു തടാകം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിക്കിമിലാണ് എന്ന് പറയണം. അതുപോലെ തന്നെ അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിത തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിത തടാകത്തിന്റെ പേര് ഗോവിന്ദ വല്ലഭ പന്ത്. ഗോവിന്ദ വല്ലഭ പന്ത് സാഗർ തടാകം. ഗോവിന്ദ വല്ലഭ പന്ത് സാഗർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിത തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം ഏത് എന്ന് ചോദിച്ചാൽ ബീഹാറിലെ കൻവർ തടാകം. ബീഹാറിലെ കൻവർ തടാകമാണ്. കൻവർ ഇന്ത്യയിലെ എന്താന്നാ പറയുന്നത്? നമ്മുടെ കൻവർ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആയില്ലോ? ഇനി തടാകങ്ങളുടെ നാട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലഗൂണുകളുടെ നാട്, കായലുകളുടെ നാട് എന്നൊക്കെ വിളിക്കുന്നത് ഏതിനെയാണ്? കേരളത്തിനെയാണ്. എന്നാൽ തടാകങ്ങളുടെയും പർവ്വതങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിന്റെ പേര് മാസിഡോണിയയാണ്. ഇനി അടുത്തത് നമ്മളോട് ചോദിക്കാം, കേരദ്വീപ്. കേരദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് തടാകത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡുംബൂർ തടാകത്തിലാണ്. ഡുംബൂർ തടാകം. ഡുംബൂർ തടാകം എവിടെയാണ്? ത്രിപുരയിലാണ്. എവിടെയാണ്? ത്രിപുരയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ എത്തുന്ന തടാകം ഏതാണ്? ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ എത്തുന്നത് സൽ സരോവർ തടാകത്തിലാണ്. സൽ സരോവർ തടാകം എവിടെയാണ്? ഗുജറാത്തിലാണ്. അടുത്തത്, എപ്പോഴും നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് പുലിക്കെട്ട് തടാകം. പുലിക്കെട്ട് തടാകം എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലാണ്. എന്താണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പുലിക്കെട്ട് തടാകം. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് പുലിക്കെട്ട് തടാകത്തിലാണ്. ഇനി അടുത്തത് മൗണ്ട് അബു, അല്ലെ? രാജസ്ഥാനിലെ മൗണ്ട് അബു. മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന തടാകത്തിന്റെ പേര് നക്കി തടാകം എന്നാണ്. അപ്പൊ നക്കി തടാകം എവിടെ സ്ഥിതി ചെയ്യുന്നു? മൗണ്ട് അബുവിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർത്തു വെക്കണം കേട്ടോ. ഇനി അടുത്തത് നാഗാർജുന സാഗർ തടാകം. എന്താണ്? നാഗാർജുന സാഗർ തടാകം ഏത് നദിയിലാണ് എന്ന് ചോദിക്കാം. നാഗാർജുന സാഗർ തടാകം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കൃഷ്ണ നദിയാണ്. ഏതാണ്? കൃഷ്ണ നദിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത്, നമ്മൾ കുറച്ച് തടാകങ്ങളും ആ തടാകങ്ങൾ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുമാണ് പഠിക്കുന്നത്. ആദ്യത്തേത് ലോണാർ. ലോണാർ തടാകം. ലോണാർ തടാകം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലാണ് ലോണാർ തടാകം. എവിടെയാണ്? മഹാരാഷ്ട്ര. അടുത്തത് പുഷ്കർ തടാകം. പുഷ്കർ മേളയൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. പുഷ്കർ തടാകം എവിടെയാണ്? രാജസ്ഥാനിലാണ് പുഷ്കർ തടാകം. രാജസ്ഥാനിലാണ് പുഷ്കർ തടാകം. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സാമ്പാർ തടാകം. സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നതും രാജസ്ഥാനിലാണ്. സാമ്പാർ തടാകവും രാജസ്ഥാനിലാണ് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഊളാറും ദാലൊക്കെ ജമ്മു കാശ്മീരിലാണ്. അടുത്തൊരു തടാകത്തിന്റെ പേരാണ് നാഗിൻ തടാകം. നാഗിൻ തടാകം. നാഗിൻ തടാകം എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് നാഗിൻ തടാകം. എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് നാഗിൻ തടാകം. ഇനി കൊല്ലേരു, അതുപോലെ
അതുപോലെ തന്നെ പുലിക്കട്ടക്ക ആന്ധ്രാപ്രദേശിലാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് നോക്കൂ, ശിവാജി സാഗർ തടാകം. ശിവാജി സാഗർ തടാകം. ശിവാജി സാഗർ തടാകം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലാണ് എന്ന് പറയാം, മഹാരാഷ്ട്ര. ഇനി അടുത്തത് വേമ്പനാട്. അറിയാലോ, വേമ്പനാട് കേരളത്തിലാണ്. വേമ്പനാട്, ശാസ്താംകോട്ട, അഷ്ടമുടിക്കായൽ ഇതൊക്കെ എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ് എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് രേണുക തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രേണുക തടാകം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. അടുത്ത തടാകത്തിന്റെ പേര് ബിംതൽ തടാകം എന്നാണ്. ബിംതൽ തടാകം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ബിംതൽ തടാകം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. അതുപോലെ തന്നെ സൽ സരോവർ തടാകം. ഏതാണ്? സൽ സരോവർ തടാകം എവിടെയാണ്? സൽ സരോവർ തടാകം സ്ഥിതി ചെയ്യുന്നത്, സൽ സരോവർ തടാകം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഇനി എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് നാഗാർജുന സാഗർ. ഏതാണ്? നാഗാർജുന സാഗർ. നാഗാർജുന സാഗർ എവിടെയാണ്? തെലങ്കാനയിലാണ്. തെലങ്കാനയിലാണ് നാഗാർജുന സാഗർ തടാകം. മനസ്സിലായോ? ഇനി അടുത്തത് നിസാം സാഗറും കൂടി ഓർത്തു വയ്ക്കുക. നിസാം സാഗർ തടാകം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും തെലങ്കാനയിലാണ് എന്ന് പറയണം. ഇനി അടുത്തത്, നേരത്തെ ടീച്ചർ പറഞ്ഞു ചില തടാകങ്ങൾ റംസാർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് റംസാർ ഉടമ്പടി അല്ലെങ്കിൽ റംസാർ ലിസ്റ്റ് എന്നൊക്കെ മനസ്സിലാക്കുക. തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക, തണ്ണീർത്തടങ്ങളുടെ വിഭവങ്ങളെ സംരക്ഷിക്കുക എന്നിവയൊക്കെ വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്നിട്ടുള്ള ഒരു ഉടമ്പടിയുടെ പേരാണ് റംസാർ ഉടമ്പടി എന്ന് പറയുന്നത്. റംസാർ ഉടമ്പടി ഒപ്പുവെച്ചത് 1971 ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ്. റംസാർ കൺവെൻഷനിലെ കരട് നിലവിൽ വന്നത് 1975 നിലവിൽ ഇന്ത്യയിൽ 91ഓളം റംസാർ കേന്ദ്രങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ റംസാർ സൈറ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഒഡീഷയിലെ ചിൽക്ക തടാകം, അടുത്തത് കിയോലാഡിയോ ദേശീയ ഉദ്യാനം. കിയോലാഡിയോ ദേശീയ ഉദ്യാനം. കിയോലാഡിയോ എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശിലെ രേണുക തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് എന്ന് ചോദിച്ചാൽ വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ് ആണ്. വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻ ആണ് ഏറ്റവും വലുത്. ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ള സംസ്ഥാനം, കൂടുതൽ റംസാർ സൈറ്റുകൾ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും തമിഴ്നാട്ടിലാണ്. ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ഒരു കാര്യം കൂടി ഇത് പഠിക്കുമ്പോൾ പഠിക്കുക, ഫെബ്രുവരി 2 നമ്മൾ നേരത്തെ പറഞ്ഞ ഫെബ്രുവരി 2 അല്ലെ, ഈ റംസാർ ഉടമ്പടിയുടെ ഫെബ്രുവരി 2 നമ്മൾ ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നു. ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി 2. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. വളരെ ചെറിയൊരു പാർട്ട്. നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നോക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു ചെറിയ പാട്ട് പഠിച്ച് നിങ്ങൾ പോട്ടെ. നിങ്ങൾക്ക് 1 മാർക്കെങ്കിലും കിട്ടാൻ സാധിക്കുകയാണെങ്കിൽ സാധിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം 2 മാർക്കൊക്കെ നേടിയതാണ് കുട്ടികള്. അപ്പോ എല്ലാവരും പഠിക്കുക. പരീക്ഷ ഭംഗിയായി ചെയ്ത എല്ലാവർക്കും ടീച്ചറുടെ എല്ലാവിധ ആശംസകൾ നേരുന്നു കേട്ടോ.